എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ നിലമ്പൂരിൽ നിന്ന് അങ്ങാടിപ്പുറം വരെ പോകുന്ന ഒരു ട്രെയിൻ ജേണിയാണ് കേട്ടോ. ഭയങ്കര മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻ ജേണിയാണ്. കാരണം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ട്രെയിൻ റൂട്ടാണ്. അതായത് നമ്മൾ മറ്റുള്ള എവിടെ നിന്ന് കയറുകയാണെന്നുണ്ടെങ്കിലും കേരളത്തിൽ പൊതുവേ ഇല്ല, തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര ഇതായിരിക്കും ട്രെയിൻ യാത്ര, എസ്പെഷ്യലി ലോക്കൽ ട്രെയിനിൽ പോകുമ്പോൾ. ഇത് കണ്ടില്ല, നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ് നിലമ്പൂർ ഭാഗത്തുനിന്ന് ട്രെയിനുകൾ. വാഷ്റൂമൊന്നും വലിയ കുഴപ്പമില്ല, എല്ലാം നല്ല ക്ലീൻ ആൻഡ് നീറ്റാണ്. എനിക്ക് നല്ല നല്ല വൃത്തിയുള്ള ട്രെയിനാണ്. ഏകദേശം ബാത്റൂം പിന്നെ 100% നമുക്ക് പറയാൻ പറ്റില്ല, എങ്കിലും ഓക്കെ ഇതാണ്. കാരണം സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്കിലും മറ്റുള്ള ലോക്കൽ ട്രെയിനിനായിട്ട് ലോക്കൽ കമ്പാർട്ട്മെൻറ്റിനായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഫാർ ബെറ്ററാണ്. അങ്ങനെ നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നിലമ്പൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എനിക്ക് പോകേണ്ട സ്റ്റോപ്പ് അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരെയാണ്. അപ്പോൾ ആ പോകുന്ന വഴിയിലൂടെയുള്ള അതിമനോഹരമായ കാഴ്ചകളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. നിലമ്പൂരിൽ നിന്ന് അങ്ങാടിപ്പുറത്തേക്ക് പോകാൻ ഏകദേശം വേണ്ടത് 1 മണിക്കൂർ നേരത്തെ യാത്രയാണ്. ആ യാത്രയിൽ കാണുന്ന വിശേഷങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ കാണുന്നത് റോഡ് പണി തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. കാരണം ഇപ്പോൾ നിലമ്പൂരിൽ റെയിൽവേ ക്രോസിംഗ് ഇല്ലല്ലോ, അപ്പോൾ അതിൻ്റെ റോഡ് പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മൾ യാത്ര മെല്ലെ മെല്ലെ തുടങ്ങിയിട്ടുണ്ട്. അതിമനോഹരമായ കാഴ്ചകളാണ് യാത്രയിലുടനീളം കാണാനായിട്ട് സാധിക്കുന്നത്. വളരെ കുറഞ്ഞ സ്പീഡിലാണ് യാത്ര നിലമ്പൂർ ഷൊർണൂർ പാതയിലുള്ളത്. അങ്ങനെ നമ്മൾ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. നിലമ്പൂർ കഴിഞ്ഞ് തൊട്ടടുത്ത് കാണുന്ന റെയിൽവേ സ്റ്റേഷനാണ് വാണിയമ്പലം റെയിൽവേ സ്റ്റേഷൻ. നിലമ്പൂർ പോലെ തന്നെ ഒരുപാട് യാത്രക്കാർ ഇവിടെ നിന്നും കയറാനും ഇറങ്ങാനൊക്കെ ഉണ്ട്. ഇവിടുന്ന് തന്നെ നമുക്കിപ്പോൾ വണ്ടൂർ ഭാഗത്തേക്ക് അതുപോലെ മഞ്ചേരി ഭാഗത്തേക്കൊക്കെ പോകാൻ സുഖമാണ്. ഏറ്റവും കൂടുതൽ ആ ഭാഗത്തിലെ ആൾക്കാരൊക്കെ വാണിയമ്പലത്തു നിന്നാണ് കയറാറ്. ഇപ്പോൾ നമുക്ക് ഓപ്പോസിറ്റായിട്ട് നിലമ്പൂർ ഭാഗത്തേക്ക് പോകുന്ന ട്രെയിനാണ് കാണുന്നത്. നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ തന്നെയാണ് എന്നാണ് തോന്നുന്നത്. പക്ഷേ ഞാനിപ്പോൾ പോകുന്നത് നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് ആണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റിന് 30 രൂപയാണ് വില. സാധാരണ പാസഞ്ചർ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ നിലമ്പൂരിൽ നിന്ന് അങ്ങാടിപ്പുറം വരെ 10 രൂപയെ ട്രെയിൻ ടിക്കറ്റ് വരുള്ളൂ. ഇതൊരു പാസഞ്ചർ ട്രെയിൻ ആയതുകൊണ്ടാണ് 30 രൂപ. അങ്ങനെ നമ്മുടെ വാണിയമ്പലം റെയിൽവേ സ്റ്റേഷനിൽ കുറച്ച് സമയം നിർത്തിയിട്ടതിന് ശേഷം നമ്മൾ വീണ്ടും യാത്ര തുടർന്നിട്ടുണ്ട്. ഇനി അടുത്തത് അങ്ങാടിപ്പുറത്താണ് സ്റ്റേഷനുള്ളൂ. അതിൻ്റെ ഇടയിൽ വരുന്ന തൊടിയപ്പുലം അതുപോലെ തന്നെ തുവ്വൂർ, മേലാറ്റൂർ, ഈ 3 സ്റ്റേഷനിൽ ഈ ട്രെയിൻ നിർത്തില്ല. കാരണം ഇത് എക്സ്പ്രസ് ട്രെയിൻ ആയതുകൊണ്ട്. മറ്റുള്ള സാധാ പാസഞ്ചർ ട്രെയിൻ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ നിർത്തും. അങ്ങനെ ഇത് എക്സ്പ്രസ് ട്രെയിനാണ്. അങ്ങനെ നല്ല മനോഹരമായിട്ടുള്ള കാഴ്ചകൾ, ഒരുപാട് വീടുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. നല്ല മനോഹരമായ വീടുകളും പള്ളികളും അങ്ങനെ നല്ല കാഴ്ചകളാണ് ഈ കാണുന്നത്. പഴയ വീടുകളൊക്കെ കാണാം. നല്ല കണ്ണിന് നല്ല കുളിർമയേറുന്ന ഒരു കാഴ്ചയാണ് കേട്ടോ. ഇന്ന് എന്താ പറയുക, ഒരുപാട് നൊസ്റ്റാൾജിയൊക്കെ ഫീൽ കിട്ടും ചില സമയത്ത്. പുറത്തേക്ക് ഇങ്ങനെ നോക്കുമ്പോൾ ഭയങ്കര ഫീലാണ്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് ശരിക്ക് കേരളത്തിൻ്റെ ഒരു കാഴ്ച എന്ന് പറയുന്നത്. പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ നമ്മുടെ വികസനം ഒക്കെ എടുത്തു കാണിക്കുന്നതാണ്. പല പല വീടുകൾ, ഒരുപാട് പ്രവാസികളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ നാടിനുള്ള നേട്ടങ്ങളൊക്കെ നമുക്കിങ്ങനെ ഒരു വീടൊക്കെ കാണുമ്പോൾ മനസ്സിലാവും. അങ്ങനെ എക്സ്പ്രസ് ട്രെയിൻ ആയതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ ട്രെയിൻ അങ്ങാടിപ്പുറത്ത് എത്തി. ഇടയ്ക്ക് എനിക്ക് ചെറുതായിട്ടൊന്ന് ഞാൻ മയങ്ങിപ്പോയി.
അങ്ങനെ ഇതാണ് നമ്മുടെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ. ഏകദേശം എനിക്ക് തോന്നുന്നത് 1 മണിക്കൂറും എടുത്തിട്ടില്ല, ഏകദേശം 40 മിനിറ്റ് എടുത്തിട്ടുള്ളൂ. നല്ല ഒരു ട്രെയിൻ യാത്രയായിരുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും എൻ്റെ വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ബായ്.